ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എൻ തിങ്. നമ്മൾ പാർട്ട് 2 റിവിഷൻ ആണ് ചെയ്യുന്നത്. എ പ്ലസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ജോമെട്രി ആൻഡ് ഓൾജിബ്ര. ജാമിതിയും ബീജഗണിതവും എന്ന പാഠത്തിലെ റിവിഷൻ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 2, 7 and 6, 4? Second, write the equation of the line. If xy is a point on this line, then prove that x minus 4, y plus 3 is also a point on the same line. ചോദ്യം മനസ്സിലായോ? എന്താ പറയുന്നത് ചോദ്യത്തിൽ? 2, 7, 6, 7 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ ചരിവ് എത്ര? ഈ വരയുടെ സമവാക്യം എഴുതുക. എക്സ് വൈ എന്ന ബിന്ദു ഈ വരയിലാണെങ്കിൽ എക്സ് മൈനസ് 4 വൈ പ്ലസ് 3 ഈ വരയിലുള്ളതാണെന്ന് തെളിയിക്കുക. നമുക്ക് ആൻസർ കണ്ടെത്താം. ഒന്നാമത്തെ ആൻസർ സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ്സ് ഏതൊക്കെയാണ്? 2, 7 and 6, 4. 2, 7 and 6, 4. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, ചരിവ്, ഈ വരയുടെ ചരിവ്. y2 minus y1 by x2 minus x1. Slope is equal to 4 minus 7 by 6 minus 2. ഇത്ര വരും, -3 by 4. ഒന്നാമത്തെ ആൻസറായി സ്ലോപ്പ്. ഇനി രണ്ടാമത്തത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പോൾ ഈ വരയിലെ ഒരു ബിന്ദുവാണ് എക്സ് വൈ. അത് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈനാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഈ ഇക്വേഷൻ, ഇവിടെ സ്ലോപ്പ് ഏത് രണ്ട് പോയിന്റ് എടുത്താലും ഈ ലൈനിലെ പോയിന്റ് ആണ്, ഈ വരയിലെ ബിന്ദുവാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് തുല്യമായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പ് തുല്യം, ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പ് തുല്യം, ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് തുല്യമായിരിക്കും. എല്ലാം ഏത് രണ്ട് പോയിന്റ് എടുത്താലും ഈ വരയിലാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് തുല്യമായിരിക്കും. നമുക്ക് സ്ലോപ്പ് കാണാം, അല്ല ഇക്വേഷൻ കാണാം. y മൈനസ് 7 ബൈ എക്സ് മൈനസ് 2 ഈക്വൽസ് -3 by 4. ക്രോസ് മൾട്ടിപ്ലൈ. 4y minus 7 4 28 equals -3 into x minus 3x minus minus plus 3 into 2 6. ഇനി അറേഞ്ച് ചെയ്ത് എഴുതാം. 3xനെ 6നെ എല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പം പ്ലസ് 3x പ്ലസ് 4y മൈനസ് 28 മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദറ്റ് ഈസ് 3x പ്ലസ് 4y മൈനസ് 34 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സിന് പകരം അവിടെ എന്താ കൊടുക്കേണ്ടത്? എക്സിന് പകരം നമുക്ക് എക്സ് മൈനസ് 4ഉം വൈക്ക് പകരം വൈ പ്ലസ് 3യും ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ. മൂന്നാമത്തത് എക്സിന് പകരം, ഈ ഇക്വേഷനിൽ എക്സിന് പകരം എന്താണ് തന്നിരിക്കുന്നത്? എന്താണ്? എക്സ് മൈനസ് 4, വൈക്ക് പകരം വൈ പ്ലസ് 3. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 3 ഇൻറ്റു എക്സ് മൈനസ് 4 പ്ലസ് 4 ഇൻറ്റു വൈ പ്ലസ് 3. 4 ഇൻറ്റു വൈ പ്ലസ് 3. നമുക്കിത് അപ്പുറത്തോട്ട് എഴുതാം. ഇത് ഒന്നാമത്തെ ചോദ്യം വായിച്ചിട്ട് ഇവിടെ ആൻസർ എഴുതാം. ഓക്കെ. ഈക്വേഷനിലാണ് കൊടുക്കുന്നത്. 3 ഇൻറ്റു എക്സ് മൈനസ് 4 പ്ലസ് 4 ഇൻറ്റു വൈ പ്ലസ് 3 മൈനസ് 34. ഇത് നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഈക്വൽസ് 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു മൈനസ് 4 മൈനസ് 12 പ്ലസ് 4 ഇൻറ്റു വൈ 4y
4 into 3 plus 12 minus 34. ഇവിടെ നോക്കുക, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു 3x plus 4y minus 34 എന്ന് കിട്ടും. ഇത് 0 അല്ലേ? ഈക്വൽ ടു 0. Hence proved. അപ്പം അങ്ങനെ നമ്മൾ തെളിയിച്ചിരിക്കുന്നു. Hence proved. രണ്ട് സൈഡും എടുത്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, A14, B37, C916 are 3 points. Find the slope of this line AB. Find the slope of the line AB. Check whether A, B, C are points on a line on this line. Can you draw a triangle by joining the points 1, 5, 5, 8, 13, 14? ഓക്കെ, അതപ്പം ചോദ്യം എന്താ പറയുന്നത്? A 1, 4, B 3, 7, C 9, 16 3 ബിന്ദു സൂചകസംഖ്യ ആകുന്നു, അതായത് 3 ബിന്ദുക്കളാകുന്നു. എ ബിയുടെ ഏതിലെയാണ്? എ ബിയുടെ ചരിവുയരം കാണുക. എ ബി സി എന്നിവ ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. മൂന്നാമത്തെ ചോദ്യം, 1, 5, 5, 8, 13, 14 ഇവ യോജിപ്പിച്ച് ഒരു ത്രികോണം നിർമ്മിക്കാൻ കഴിയുമോ? ഇതാണ് ചോദിച്ചത്. എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ആദ്യം എന്താണ്, ഏതൊക്കെ പോയിന്റ്സാ നമുക്ക് നോക്കാം. A14, B37. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽസ് y2 minus y1, 7 minus 4 by 3 minus 1, x2 minus x1. 7 minus 4 is 3. 3 minus 1 is 2. 3 by 2. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ആൻസർ ആയി. രണ്ടാമത്തെ ചോദ്യം, ചെക്ക് വെദർ ദ പോയിന്റ്സ് എ ബി സി ആർ പോയിന്റ്സ് ഓൺ ദ ലൈൻ. സി നമുക്ക് എഴുതാം. സി എത്രയാണ് തന്നിരിക്കുന്നത്? 9, 16. ഓക്കെ, അല്ല ഓക്കെ 9, 16. സി 9, 16. അപ്പോൾ ബി സിയുടെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് ഓഫ് ബി സി രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ, എ ബിയുടെയും ബി സിയുടെയും സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ദേ ആർ ഓൺ ദ സെയിം ലൈൻ. 16 minus 7 by 9 minus 3. അപ്പോൾ 16 minus 7 എത്ര വരും? 9 by 6. റെഡ്യൂസ് ചെയ്യുമ്പോൾ 3 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടും? 3/2 കിട്ടും. അപ്പോൾ നോക്കിക്കേ, സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. Therefore, the 3 points, therefore A, B, C are on the same line. Okay? On the same line. ഇനി മൂന്നാമത്തത്, 3 പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ബിന്ദുക്കളുടെ ചരിവ് നോക്കാം. ഏതൊക്കെയാണ്? 1, 5, 5, 8, 13, 14. ഈ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ബിന്ദുക്കളുടെ സ്ലോപ്പ് തുല്യമാണെങ്കിൽ വരയ്ക്കാൻ പറ്റില്ല. ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, ഒരു നേർരേഖയിലെ ബിന്ദുക്കളായിരിക്കും. സ്ലോപ്പ് തുല്യമല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം സ്ലോപ്പ് നോക്കാം. ആദ്യത്തെ 2 പോയിന്റിൻ്റെയും സ്ലോപ്പ് ഓഫ് 1, 5 and 5, 8 equals 8 minus 5 by 5 minus 1, 3/4. അടുത്ത 2 പോയിന്റിൻ്റെ നോക്കാം. സ്ലോപ്പ് ഓഫ് 5, 8 and 13, 40. ഇതിന് വേണമെങ്കിൽ പേര് കൊടുത്തും ചെയ്യാം. എത്ര വരും? 14 minus 8 by
13 minus 5. 14 minus 8 എന്ന് പറയുമ്പോൾ 6. ഇത് 8. ഇതിനെ ചെറുതാക്കുമ്പോൾ എന്താ കിട്ടും? 3/4. അതാണ്ട് സ്ലോപ്പ് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ സാധ്യമല്ല. ദീസ് 3 points are on the same line. ഓക്കെ, ഇനി നമുക്ക് ഈ 2 പോയിന്റും വേണമെങ്കിലും ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, what is the slope of the line passing through the points 6, 0 and 4, 2? Write the equation of the line. Write the coordinates of the point of intersection of the lines x plus y is equal to 6 and x minus y is equal to 4. D. Find the coordinates of the point of the line x plus y is equal to 6 cuts x axis. അതായത് 6, 0, 4, 2 എന്നീ ബിന്ദുക്കൾ കൂടി കടന്നു പോകുന്ന വരയുടെ ചരിവെന്ത്? വരയുടെ സമവാക്യം എഴുതുക. പിന്നെ എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ 6, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. ഈ 2 വരകളും കൂടി ഗണിക്കുന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ എഴുതുക. എക്സ് പ്ലസ് വൈ സമം 6 എന്ന വര, എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ എഴുതുക. നമുക്ക് ഓരോന്നിൻ്റെയും ആൻസർ കണ്ടെത്താം. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. പോയിന്റ്സ് 6, 0 and 4, 2. Slope is equal to 2 minus 0 by 4 minus 6. 2 by minus 2 equals minus 1. രണ്ടാമത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈ പോയിന്റാണ് എടുക്കുന്നത്. y minus 0 by x minus 6 equals minus 1. y equals ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 1 into x minus 6. y is equal to minus x plus 6. ഇതിനെ രണ്ടിനെ ഇപ്പുറത്തുകൊണ്ട് വരുമ്പം x plus y minus 6 equal to 0. ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അടുത്തത് x plus y ഉം മൂന്നാമത്തത് x plus y is equal to 6 x minus y is equal to 4. ഇത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും? 5 ഉം 1 ഉം. 5 plus 1 is 6. 5 minus 1 is 4. സിയുടെ ആൻസർ ഇതാണ്. ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 എന്ന ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെ? എനി പോയിന്റ് ഓൺ ദ ലൈൻ, ഇഫ് എ പോയിന്റ് ഈസ് ഓൺ ദ എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈസ് 0. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ? ഇതാണ് ഡിയുടെ ആൻസർ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ടിൽ ദെൻ ബൈ.